ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. രാവിലെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം. അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ് ഈ എഗ് റൈസ്. എഗ് റൈസും ഫ്രൈഡ് റൈസും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാനിതുപോലെ അരിയൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്ന അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇത്രയും അരി എടുത്തിട്ടുണ്ട്. അരിയൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതിന് ഗ്യാസിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു സ്പൈസി പൗഡർ റെഡിയാക്കി എടുക്കാം. നമ്മളിതിലേക്ക് സോസും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മളിതുപോലെ ഒരു സ്പൈസി പൗഡർ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിക്കാതെ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1 സ്പൂണ് നമുക്ക് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എഗ് റൈസിലേക്ക് നമ്മൾ ഈ സ്പൈസി പൗഡർ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, സോസൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഗ് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയം മുതൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ എല്ലാതും ചെയ്തെടുക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ പൊതുവേ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ സോയാ സോസും എല്ലാം ചേർക്കും. അപ്പോൾ നമ്മുടെ ഈ എഗ് റൈസിലേക്ക് നമ്മൾ സോസുകളൊന്നും ചേർക്കുന്നില്ല. അതാണ് നമ്മുടെ ഈ റൈസിൻ്റെ പ്രത്യേകത. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് പയറും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതലും ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. 2 ക്യാരറ്റും കുറച്ച് പയറും എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ലതുപോലെ നമ്മൾ കുറേ സമയം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടാൻ മറന്നു പോകരുത്. ഇപ്പം ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ റൈസിന് കിട്ടുന്നത്. അപ്പം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ റൈസ് ഫുള്ള് റെഡി ആവുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. കൂടുതൽ സമയം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ റൈസ് എഗ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ ഇത് കൊടുത്തയക്കാൻ
പറ്റും. അത്രയും ടേസ്റ്റ് ഉണ്ട്. കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉച്ചക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണത്. അപ്പോൾ ഇനി നമുക്കിതിൽ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പൈസി പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു 2 സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ 1 സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ എരിവൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എരിവ് അത്രയ്ക്ക് വേണ്ടാത്തവർ കുരുമുളക് ചേർക്കുമ്പോൾ കുറച്ച് കമ്മിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 2 സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പ്ലേറ്റിലേക്കൊക്കെ വിളമ്പാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. Thank you for watching.